കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിനായി വടംവലി നടക്കുന്നതിനിടെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കും അവകാശവാദങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. KPCC അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കണ്ടു. നേരത്തെ ബെന്നി ബെഹനാൻ KPCC പ്രസിഡന്റ് ആകുമെന്ന് വാർത്ത പരക്കുന്നതിനിടെയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ സന്ദർശനം. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിനീത, കൊടിക്കുന്നിലും മത്സര രംഗത്തുണ്ടോ? തീർച്ചയായും അങ്ങനെ ഒരു അവകാശവാദം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്നലെയാണ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൊടിക്കുന്നിൽ സുരേഷ് കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചതാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലായിരുന്നു ആ ഒരു കൂടിക്കാഴ്ച എന്നും അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുമൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ആ കൂടിക്കാഴ്ച നടന്നതെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവ് എന്ന തരത്തിൽ, പരിചയസമ്പന്നനായ നേതാവ് എന്ന തരത്തിൽ തന്നെ പരിഗണിക്കണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചില വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇന്നലെ ഡൽഹിയിലെത്തി മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ കൂടിക്കാഴ്ചയിലാണ് തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നൊരു ആവശ്യം അത് കൊടിക്കുന്നിൽ സുരേഷ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ബെന്നി ബെഹനാന്റെ അടക്കം പേരുകൾ ഈ പരിഗണനയിലുണ്ട്. അതിനിടയിലാണ് തന്നെ പരിഗണിക്കണമെന്നും താൻ പരിചയസമ്പന്നനായ മുതിർന്ന നേതാവാണ്, ഈ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും അദ്ദേഹത്തെ പരിഗണിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വടംവലികളൊക്കെ തന്നെ ഒരു ഭാഗത്ത് തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കും അവകാശവാദങ്ങൾ ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.